എങ്ങനെയാണ് നമുക്ക് റോസ് പ്ലാന്റിൽ നിറയെ റോസാപുഷ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് ചെറുനാരങ്ങയുടെ തൊലി മാത്രമല്ല, ഓറഞ്ചിൻ്റെ തൊലിയും നമുക്ക് ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അസിഡിറ്റി സോയിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസ്. അപ്പം നമ്മുടെ നാരങ്ങയിലും ഓറഞ്ചിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് മണ്ണിൻ്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ നാരങ്ങയുടെ തോല്, പിന്നെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തോല് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ദിവസം ഇത് അങ്ങനെ തന്നെ അടച്ചിങ്ങനെ വയ്ക്കുക. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തോടൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതിൽ 3 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുക. എന്നിട്ട് അത് നമ്മൾ റോസ് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക,